ഹായ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് പറയാനായിരുന്നു ഞാൻ വന്നത്. പക്ഷെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മിസ് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ് ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ 8ാമത്തെ ചാപ്റ്ററും 9ാമത്തെ ചാപ്റ്ററിനും അങ്ങനെ ഒരു സംഭവം ഇല്ല. എനിക്കറിയാം വിഷമമാണ്, സങ്കടമാണ്, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സെറ്റായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നറിയാം. പക്ഷെ അതില്ലാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേറൊന്നുമല്ല, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതെല്ലാം വലിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതുകൊണ്ട് തന്നെ നമുക്കതിങ്ങനെ ഇമ്പോർട്ടൻറ്റ് ലെസ് ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞ് പഠിക്കാൻ പറ്റില്ല. ചാപ്റ്റർ ഫുള്ള് പഠിക്കേണ്ടി വരും. ഐ ആം ദ സോറി, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഫുള്ള് പഠിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ പേടിക്കണ്ട, മിസ്സ് ഈ പറഞ്ഞ പോലെ 2008 തൊട്ട് 2023-24 വരെ ചോദിച്ചിട്ടുള്ള എത്ര MCQ ചോദിച്ചിട്ടുണ്ട്, എത്ര 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണത് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ MCQ 13 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം MCQയുടെ കാര്യം ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എക്സ്പെക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ ഏതാണ് കൂടുതൽ, അതിലും കൂടുതൽ ചോദിച്ചിട്ടുള്ള വർഷങ്ങളൊക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു 2008 തൊട്ടുള്ള ഒരു റൗണ്ട് ഫിഗറാണ്, ഒരു 13 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എല്ലാ വർഷം ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ചാൻസ് കാണില്ല, പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ 2 മാർക്കിൻ്റെ ആണെങ്കിലും 3 മാർക്കിൻ്റെയും 10 ക്വസ്റ്റ്യൻസ് വെച്ച് ഇത്രയും വർഷത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ 2 മാർക്ക് 3 മാർക്ക് 4 5 മാർക്ക് 6 മാർക്കിൻ്റെ ഇല്ല. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. എന്തായാലും 2 3 4 അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഈ പറയുന്ന ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ എന്തായാലും ചോദിക്കാം. അതെങ്ങനെ ചോദിക്കും, 2 മാർക്കിൻ്റെ ആണോ 3 മാർക്കിൻ്റെ ആണോ എന്നുള്ള സ്പെസിഫിക്കലി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചു പോകുന്നത്. ആൻഡ് ലാസ്റ്റ് എസ്സേ എന്നുള്ള രീതിയിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ആ 2 ക്വസ്റ്റ്യൻസും ഞാൻ വീണ്ടും പറയുന്നു, ഇത് കണ്ടിട്ടാണ് ഇതിൽ നിന്ന് ചോദിക്കാൻ. കാരണം ഈ ചാപ്റ്ററിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ബാലൻസ് ഷീറ്റ് വരെ ചെയ്താൽ മതി. ആൻഡ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ട്രേഡിങ് PNL ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വേറെയുള്ള സംഭവമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയും ചോദിക്കും. പക്ഷേ ഇനി അത് പ്രതീക്ഷിക്കേണ്ട, കൊറോണയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു സിമ്പിൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പം അല്ലാതെ ഈ ചാപ്റ്ററിൽ നിന്ന് എസ്സേ എന്നുള്ള രീതിയിൽ ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഈ 2 എണ്ണം കൊടുത്തേക്കെന്ന് കണ്ടിട്ട് നിങ്ങൾ ഇനി ചോദിച്ചാലോ എന്ന് വിചാരിക്കേണ്ട, ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ടെന്ന് തന്നെ വിചാരിച്ചു. അപ്പം കൊടുത്തേക്കുന്നത് കൊണ്ട് ഓൾറെഡി ഇത്രയും വർഷം ഞാൻ റെഫർ ചെയ്തതിൽ ഈ പറഞ്ഞ പോലെ കൊറോണ കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് ഈ 2 ക്വസ്റ്റ്യൻസ് ഇതൊന്നും ചോദിച്ചേക്കുന്ന, അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാതെ. അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണ്ട. പക്ഷെ പറഞ്ഞ പോലെ 2 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അത് ഇത്രയും മാർക്കിന് ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇതൊന്നും വാട്ടേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും പറഞ്ഞൊന്നും ചോദിക്കത്തില്ല. പക്ഷെ നമുക്കൊരു ഐഡിയ വേണം എന്താണെന്നുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, PNL അക്കൗണ്ട് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ബാലൻസ് ഷീറ്റ് എന്താണെന്നുള്ള, വാട്ടേഴ്സ് ബാലൻസ് ഷീറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് 1-2 വർഷം ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് 1-2 വർഷം ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ അത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അത് ഞാൻ പറഞ്ഞ പോലെ കാണാതിരുന്ന് പഠിച്ചിട്ട് ഫിനാൻഷ്യൽ പുസ്തകം അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്നുള്ള ഇതൊക്കെ ജസ്റ്റ് എക്സ്പ്ലെയിൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. വെറുതെ നമ്മൾ പഠിച്ചിട്ട് പോവാതെ എന്താണ് ഇതിൻ്റെ ഒരു ഓർഡർ എന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. ഇതൊന്നും അല്ലാതൊന്നും ചോദിക്കത്തില്ല. ട്രയൽ ബാലൻസ് ഞാൻ പറഞ്ഞു പോലെ ട്രയൽ ബാലൻസ് നമ്മൾ ഓൾറെഡി ട്രയൽ ബാലൻസ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡിങ്ങും PNL ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് കൊടുത്തേക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, അതേപോലെ തന്നെ ഇൻകം, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ള കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അത് നമുക്കൊരു
ബേസിക് ഐഡിയ വേണം. ആൻഡ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. നമ്മൾ ആ 1 മാർക്കിൻ്റെയൊക്കെ കണ്ടായിരുന്നല്ലോ, 1 മാർക്ക് 2 മാർക്ക് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ കുറച്ച് ഐറ്റംസ് തന്നിട്ട് ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള രീതിയിലാക്കുക, അല്ലെങ്കിൽ എക്സാമ്പിൾ കൊടുത്തിട്ട് ഏതാണ് ഈ താഴെ കൊടുത്തേക്കുന്നില്ല ഏതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്, അങ്ങനെയൊക്കെ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. ഓക്കെ, ഇതിൽ നിന്നും തിയറി എന്നുള്ള രീതിയിൽ ചോദിക്കാൻ നമുക്ക് ചാൻസ്, ഇതിൽ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തിയറി എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 മാർക്ക് 3 മാർക്ക് 1 മാർക്ക് എന്നുള്ള രീതി എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇതൊന്നും ഞാൻ വീണ്ടും പറയുന്നത് കാണാതെ പഠിക്കേണ്ടതെന്നുള്ളതല്ല, അർത്ഥം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ബാലൻസ് ഷീറ്റ് സംഭവം എന്താണെന്നുള്ളതും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞു, വാട്ട് ഇസ് ബാലൻസ് ഷീറ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത് കാണാമൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുമ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും, അത് വെച്ചിട്ട് എഴുതിയാലും മതി. ഓക്കെ, അല്ല എസ് എന്നുള്ള രീതിയിലൊന്നും വാട്ട് ഇസ് ബാലൻസ് ഷീറ്റ് എന്നൊന്നും പറഞ്ഞ് ചോദിക്കത്തില്ല. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഗ്രൂപ്പിങ്ങും മാർഷലിങ്ങുമാണ്. ഓക്കെ, ഗ്രൂപ്പിങ്ങും മാർഷലിങ്ങും എന്താണെന്നുള്ള രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ തന്നെ ഗ്രൂപ്പിങ്ങും മാർഷലിംഗ് എന്നുള്ളതിൽ മാർഷലിംഗ് എന്നുള്ളതാണ് നമുക്ക് കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, മാർഷലിംഗ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, ഓർഡർ ഓഫ് പെർമനൻസ്, അതിലും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാനാണെങ്കിൽ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയുടെയാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്നുള്ളത് വെറുതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല, അത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് നമുക്കറിയണം. മാർഷലിംഗ് ആണ്, മാർഷലിംഗ് തന്നെ 2 രീതിയിൽ ചെയ്യാം, ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, ഓർഡർ ഓഫ് പെർമനൻസ്. അതിൽ തന്നെ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ ഇതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് നിങ്ങൾക്ക് ചോദിച്ചേക്കുന്നത്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണെന്നുള്ള തിയറി എന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തിയറി എന്നുള്ള രീതിയിൽ തന്നെ ഇത് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്ന പോലെ കണ്ട വാട്ടേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, അത് ഡിവൈഡ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ വരുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇതൊക്കെ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ അത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, അത് എന്തിനാണ് ട്രേഡിംഗ് ആണെങ്കിലും P&L ആണെങ്കിലും എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള യൂസ് എന്താണെന്നുള്ളൊരു ഓവറോൾ ഐഡിയ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ലെവലിൽ എന്ത് ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പോകുന്നത് ഈ കാണുന്ന സംഭവമാണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെറ്റ് പർച്ചേസും നെറ്റ് സെയിൽസും പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടുപോലെ 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പോകുന്നത് ഇത് സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാൻ മിക്കവാറും ചോദിക്കാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. ഓക്കെ, ആൻഡ് 2019 വരെ നിങ്ങൾ 2019-20 ഒക്കെ വരെ നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി കുറച്ചുകൂടെ കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടായിരുന്നു എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഈവണായിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വെയിറ്റേജിൻ്റെ എമൗണ്ട് കുറയുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ആപ്പാടെ 9 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഈ 9 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്തായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പഴയ നിന്ന് അനലൈസിസ് നടത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ കുറേ ചാപ്റ്റേഴ്സ് ഇല്ല. ഓക്കെ, അതിനിപ്പം ചോദിക്കുന്നതാണെങ്കിലും രീതിയാണെങ്കിലും എന്തായാലും ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് എന്തായാലും ഒരു 3 മാർക്ക് 4 മാർക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതിലും വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ രക്ഷപ്പെട്ടു മക്കളെ സുഖമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതേപോലെ ക്ലോസിങ് എൻട്രീസ്. ഓക്കെ, ക്ലോസിങ് എൻട്രീസായിട്ട് ബന്ധപ്പെട്ടും എപ്പോഴും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാലില്ല, പക്ഷേ അവർ ചിലപ്പം ചോദിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞ പോലെ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതുകൊണ്ട്. പിന്നെ ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഫുള്ള് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇപ്പോൾ കണ്ട 1 മാർക്കിൻ്റെ ആണെങ്കിലും 2 മാർക്കിൻ്റെ ആണെങ്കിലും ഇതേപോലുള്ള രീതിയിൽ ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇതേപോലെ 2 മാർക്കിന് സോൾവ് ചെയ്യാമെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, വീണ്ടും 1 മാർക്കിന് 2 മാർക്ക് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ചെയ്തത്. എല്ലാം ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ വരുന്നതാണ് P&L അക്കൗണ്ടും. ഓക്കെ, P&L അക്കൗണ്ടും സംഭവം ഇതുപോലെ ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്നുള്ളതൊന്നുമല്ല, അർത്ഥം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്, സംഭവങ്ങൾ എല്ലാം ജസ്റ്റ് ഒരു മീനിങ് ഫുള്ളായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഫോർമുല റിലേറ്റഡ് ആയിട്ട് തന്നെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല.
കൂടുതലും ചോദിച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളൊരു ഐഡിയ, നെറ്റ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് രണ്ടും പഠിച്ചു വെക്കുക. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലോസിംഗ് എൻട്രീസ് ഒക്കെ എങ്ങനെയാണ് പഠിക്കുന്നതെന്നുള്ള നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ചിലപ്പോൾ അവർ ചോദിക്കും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ജേർണൽ എൻട്രി വരുന്നത് അല്ലെങ്കിൽ ക്ലോസിംഗ് എൻട്രി വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇതേപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് കണ്ട, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പം അതെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ഇതെല്ലാം കൂടെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം, ഇല്ലെങ്കിൽ അല്ലാതെ ചോദിക്കാം, ഡിപ്പെൻസ് അപ്പോൺ. പിന്നെ വരുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത്. 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എങ്ങനെ വേണമെങ്കിലും വരാം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇത്രയാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അടുത്ത വീഡിയോ നമ്മൾ അവസാനത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 എന്ന് പറയുന്ന ചാപ്റ്റർ 9 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് വീഡിയോസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കയറി കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.